25 കോടി രൂപയുടെ തിരുവോണം ബമ്പർ ഭാഗ്യശാലിയെ ഉടൻ അറിയാം. നറുക്കെടുപ്പ് അല്പസമയത്തിനകം തിരുവനന്തപുരം ഗോർഖി ഭവനിൽ നടക്കും. 75 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റഴിച്ചത്. ഭാഗ്യാന്വേഷികൾ നെഞ്ചിടിപ്പോടെ നറുക്കെടുപ്പിന് കാത്തിരിക്കുകയാണ്. നറുക്കെടുപ്പ് നടക്കുന്ന ഗോർഖി ഭവനിൽ നിന്ന് സലീം അലിക്കും ഷഫീദ് റാവുത്തറും വിവരങ്ങൾ നൽകും. നമ്മൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എത്തിയിട്ടുണ്ട്. മറ്റ് ജനപ്രതിനിധികളുണ്ട്. ലോട്ടറി വകുപ്പിലെ ധനവകുപ്പിലേക്ക് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. സലീമ, ഈ നറുക്കെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? 1 മണി എന്ന് പറയുന്നു, അത് വൈകുമോ? നേരത്തെയൊക്കെ കുറച്ചുകൂടി വൈകി, 2 മണി 2:30 സമയത്തൊക്കെയാണ് നടന്നത്. ഇത്തവണ കുറച്ച് നേരത്തെയാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? നമുക്ക് അല്പസമയത്തിനകം അത് പ്രതീക്ഷിക്കാമോ, ആ റിസൾട്ട്? വിജയകുമാർ, അല്പസമയം കൂടി കഴിയുന്നതോടുകൂടി ആ 25 കോടിയുടെ ഭാഗ്യശാലി ആര് എന്ന് നമുക്ക് അറിയാൻ കഴിയും. ആ നടപടിക്രമങ്ങളൊക്കെ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. മന്ത്രി കെ എൻ ബാലഗോപാൽ എത്തിക്കഴിഞ്ഞു. ഒപ്പം തന്നെ ആന്റണി രാജു MLA ഉണ്ട്. അങ്ങനെ വിവിധങ്ങളായി ക്ഷണിക്കപ്പെട്ട അതിഥികളുണ്ട്. ഇനി ഒരു അല്പസമയം കൂടി മാത്രം മതി ഈ 25 കോടിയുടെ ഭാഗ്യവാൻ ആര് എന്നറിയാൻ. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. നേരത്തേതുപോലെ തന്നെ ഇന്ന് ഈ നറുക്കെടുപ്പിനൊപ്പം തന്നെ പൂജാ ബമ്പറിന്റെ അനൗൺസ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇത്തവണ കിട്ടാത്തവർ വിഷമിക്കേണ്ട, അടുത്ത മറ്റൊരു പൂജാ ബമ്പർ വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഒപ്പം ഇത് ആരംഭിക്കുകയാണ്. ഇന്ന് 2 ടിക്കറ്റുകളുടെ നറുക്കെടുപ്പുണ്ട്. ഒന്ന് കാരുണ്യ ബമ്പറിന്റെ നറുക്കെടുപ്പും ഇന്നാണ്. അതിനോടൊപ്പമാണ് ഓണം ബമ്പറിന്റെ നറുക്കെടുപ്പും ഉള്ളത്. എന്തായാലും സംസ്ഥാനത്തിന്റെ ലോട്ടറി വിപണന ചരിത്രത്തിലെ റെക്കോർഡ് കൂടി സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തവണ ഈ ലോട്ടറി വ്യാപാരം പൂർത്തീകരിക്കുന്നത്. 75 ലക്ഷത്തിലേറെ ഓണം ബമ്പർ നറുക്കെടുപ്പ് ആണ് ഇപ്പോൾ അച്ചടിച്ച് പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ നിലവിൽ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു മത്സര ബുദ്ധിയോടുകൂടിയാണ് പല ജില്ലകളും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓണം ടിക്കറ്റ് വിൽപ്പനയിൽ ഇടപെട്ടത്. അതിൽ തന്നെ 14,07,100 ടിക്കറ്റുകൾ വിറ്റഴിച്ച പാലക്കാട് ജില്ലയാണ് ഒന്നാമത്. പാലക്കാടിന് മാത്രം മത്സരം പോലുമില്ല. ബാക്കി ജില്ലകൾ തമ്മിലാണ് 2ാം സ്ഥാനത്തിനായി ഒരു മത്സരബുദ്ധിയോടുകൂടി വാശിയോടുകൂടി ഈ ടിക്കറ്റ് എടുത്തത്. 2ാം സ്ഥാനത്തുള്ള തൃശ്ശൂരിൽ 9,37,400 ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത്. 3ാം സ്ഥാനത്തുള്ള തിരുവനന്തപുരത്ത് 8,75,900 ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു. നിലവിൽ ഈ ചടങ്ങുകൾ തുടങ്ങാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചും കഴിഞ്ഞു. ഇപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയം, വളരെ കുറച്ച് സമയം മാത്രമാണ്. അത് ആരാണ് എന്ന് ആദ്യമേ അറിയില്ല. പക്ഷേ അത് ഏത് നമ്പർ ടിക്കറ്റിനാണ് എന്നറിയാം. അതിന് തൊട്ടു പിന്നാലെ കുറച്ച് സമയത്തിനകം തന്നെ അത് ഏത് ജില്ലയിൽ നിന്നാണെന്ന്, ഏത് ഏജൻസിയിൽ നിന്നാണ് വിറ്റതെന്നറിയാം. പിന്നീട് ഈ ഭാഗ്യശാലി ആര് എന്ന് നമുക്കറിയാൻ കഴിയുമോ എന്നുള്ളത് ചോദ്യമാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പലപ്പോഴും ഈ ഓണം ബമ്പർ നറുക്കെടുക്കുമ്പോൾ അത് ആര് എന്ന്, ഭാഗ്യശാലി ആര് എന്ന് പുറത്തറിയിക്കാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അന്യസംസ്ഥാനക്കാർക്ക് അടിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നതുണ്ടായിരുന്നു. എന്തായാലും അവിടെ അതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ധനമന്ത്രിയുണ്ട്, ജനപ്രതിനിധികൾ ഉൾപ്പെടെ ലോട്ടറി ഭവനിലെ ഉദ്യോഗസ്ഥർ, അതുപോലെ ലോട്ടറി വകുപ്പിലെ ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു പൂജാ ബമ്പർ നറുക്കെടുപ്പ് അല്ലെങ്കിൽ അതിന്റെ ടിക്കറ്റിന്റെ ആ ടിക്കറ്റ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ആ ടിക്കറ്റ് പുറത്തിറക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.